രാജ്യത്തിന്റെ ഭാവി തലമുറ തെരുവിൽ സമരം തുടങ്ങിയിട്ട് 1.5 മാസമായി. മതവും വിശ്വാസവും വിറ്റുതീർന്ന സർക്കാർ ഇപ്പോൾ വിദ്യാഭ്യാസവും വിറ്റു തുടങ്ങിയിരിക്കുകയാണ്. രാജ്യത്ത് വിദ്യാഭ്യാസ കച്ചവടം നടത്തിയും കുഞ്ഞുങ്ങളുടെ ഭാവി വിറ്റഴിച്ചും ലാഭം കഴിയുന്ന ഒരു സർക്കാരിനെതിരെ മുന്നോട്ട് വന്ന കോക്രോച്ച് ജനതാ പാർട്ടിയെ ആദ്യം അവർ പരിഹസിച്ചു തള്ളി. CJPക്ക് ലഭിക്കുന്ന പിന്തുണ കൊണ്ടൊന്നും BJP കുലുങ്ങിയില്ല. സോഷ്യൽ മീഡിയയിലെ പിന്തുണ ദിവസങ്ങൾക്കകം അവസാനിക്കും എന്നവർ വ്യാഖ്യാനിച്ചു. എന്നാൽ ഇന്ത്യയിലെ യുവാക്കളും ജെൻസികളും ഒന്നടങ്കം സമരത്തിന് മുന്നിട്ടിറങ്ങി. അരാഷ്ട്രീയവാദികളെന്ന് ആശ്വസിച്ചിരുന്ന ഒരുപറ്റം യുവാക്കൾ തങ്ങൾക്കെതിരെ സമരത്തിനിറങ്ങുന്നത് കണ്ട് BJP സർക്കാർ വിറച്ചു. ഇന്ത്യയിലെ കുട്ടികളുടെ ഭാവിക്ക് വേണ്ടി മരിക്കാനും തയ്യാറായി സാമൂഹ്യ പ്രവർത്തകനായ സോനം വാങ്ചുക് മുന്നോട്ട് വന്നു. സമരം ആളിക്കത്തി. കലാ സാംസ്കാരിക രംഗങ്ങളിലെ പ്രമുഖർ സമരത്തിന് പിന്തുണ അറിയിച്ചു. SFIയും CPIM സമരപന്തലിലെത്തി. പ്രതിപക്ഷം അണിചേർന്നു. അരാഷ്ട്രീയവാദികളെന്ന് മുദ്രകുത്തപ്പെട്ട ഒരു ജനത ഫാസിസത്തിന്റെ തീരുമാനങ്ങളെ ചെറുക്കാൻ തെരുവിലിറങ്ങി. വിദ്യാഭ്യാസ കച്ചവടം നടത്തുന്ന മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ട് പ്രായപൂർത്തിയാകാത്ത വിദ്യാർത്ഥികൾ ഉൾപ്പെടെ ഇന്നലെ ജന്തർ മന്ദിറിൽ മാർച്ച് നടത്തി. ഈ ജനരോഷം കണ്ട സർക്കാർ എല്ലാ സമരങ്ങളോടും BJP സ്വീകരിക്കുന്ന അടിച്ചമർത്തൽ മുറ തന്നെയാണ് എടുത്തത്. പോലീസിന്റെ നരനായാട്ടിൽ പ്രായപൂർത്തിയാകാത്തവർ ഉൾപ്പെടെ 100 കണക്കിന് പേർക്ക് പരിക്കേറ്റു. നിരവധി പേരെ അറസ്റ്റ് ചെയ്തു. അഭിനേതാക്കളായ പ്രകാശ് രാജിനും ഷബാന ആസ്മിക്കും നേരെ സേനകൾ പാഞ്ഞെടുത്തു. വാങ്ചുക്കിന്റെ ഭാര്യ ഗീതാഞ്ജലി ആങ്മോയെ ക്രൂരമായി ആക്രമിച്ചു. ജന്തർ മന്ദറിലെ സമരപ്പന്തലുകൾ അടിച്ചു തകർത്തു. കോക്രോച്ച് ജനതാ പാർട്ടിയുടെയും SFI അടക്കമുള്ള സംഘടനകളുടെയും ആഹ്വാനപ്രകാരം ലക്ഷക്കണക്കിന് ആളുകളാണ് മാർച്ചിനെത്തിയത്. SKS സുർജിത് ഭവനിൽ നിന്നും നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും SFI പ്രവർത്തകർ മാർച്ച് ചെയ്തു. ജന്തർ മന്ദറിലേക്കുള്ള യുവപ്രവാഹത്തിൽ കേന്ദ്ര സർക്കാരിന്റെ കണക്കുകൂട്ടലുകൾ പിഴച്ചു. ഇന്റർനെറ്റ് വിലക്കി. മെട്രോ സ്റ്റേഷനുകൾ അടച്ചു. പോലീസിന്റെ നരനായാട്ടിന് പുറമെ സർക്കാർ ഒത്താശയോടെ തന്നെ പല ജിമ്മുകളിൽ നിന്നും ട്രെയിനർമാരും ബൗൺസർമാരും ഗുണ്ടകളും ഇറങ്ങി. വീണുകിടന്ന വിദ്യാർത്ഥിനികളെ മുടിക്ക് കുത്തിപ്പിടിച്ച് പുരുഷ പോലീസുകാർ വളഞ്ഞിട്ട് തല്ലി. 50-ലധികം പേർക്ക് തലയ്ക്ക് ഗുരുതര പരിക്കേറ്റു. കുഴഞ്ഞു വീണവർക്ക് വൈദ്യസഹായം പോലും നൽകിയില്ല. ചോരയൊലിച്ച് പോലീസ് വാനിലേക്ക് മാറ്റിയിട്ടവരെ വാനിലിട്ടും മർദ്ദിച്ചു. നിരവധി പേരുടെ കൈകാലുകൾ ഒടിഞ്ഞു. 20ഓളം SFI പ്രവർത്തകരുടെ കൈക്ക് പൊട്ടലുണ്ട്. ജന്തർ മന്ദർ, കേരള ഹൗസ്, പാർലമെന്റ് കവാടങ്ങൾ, ടോൾസ്റ്റോയ് റോഡ്, സൺസത്ത് മാർഗ്, റായ്സീന റോഡ്, അശോക റോഡ്, ഫിറോസ് ഷാ റോഡ്, പ്രസ് ക്ലബ്, വിജയ് ചൗക്ക്, പട്ടേൽ ചൗക്ക് എന്നിവിടങ്ങളിൽ അതിഭീകര മർദ്ദനമാണ് സേനകൾ അഴിച്ചുവിട്ടത്. 15-കാരിയുടെ തല പുരുഷ പോലീസ് അടിച്ചു തകർത്തു. വ്യക്തമായ ഏകാധിപത്യം, അരാജകത്വം, അടിച്ചമർത്തൽ. വലിയ വാഗ്ദാനങ്ങളും 56 ഇഞ്ച് നെഞ്ചളവിന്റെ കരുത്തും വിളിച്ചു പറഞ്ഞ് രാജ്യം കണ്ട ഏറ്റവും വലിയ വർഗീയവാദി അധികാരത്തിലേറ്റ് 12 വർഷം പിന്നിടുമ്പോൾ തൊഴിലില്ലായ്മയിൽ തുടങ്ങി പട്ടിണിയിൽ വരെ എത്തി നിൽക്കുകയാണ് ഇന്ത്യ. ഓരോ വർഷവും അധപ്പതനത്തിലേക്ക് കുതിക്കുന്ന ഭരണ സംവിധാനം. രാജ്യത്തെ ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികൾ മാസങ്ങളോളം ഊണും ഉറക്കവുമില്ലാതെ പഠിച്ചെഴുതുന്ന പരീക്ഷകളിലും അവരുടെ ഭാവിയിലേക്കുള്ള ആദ്യ കാൽവയ്പിലും വരെ കച്ചവടം കാണുന്ന സർക്കാരിനെതിരെ ഇപ്പോൾ ഉണ്ടായ ജനരോഷം ഒരു തുടക്കം മാത്രമാണ്. കേന്ദ്രത്തിന്റെ അടിച്ചമർത്തലുകളെ വെല്ലുവിളിച്ച് വിട്ടുവീഴ്ചയില്ലാത്ത രാഷ്ട്രീയ ബോധ്യവുമായി ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളും യുവജനങ്ങളും മുന്നോട്ട് വന്നിട്ടും രാജ്യത്തെ മുഖ്യധാരാ മാധ്യമങ്ങൾ അക്ഷരാർത്ഥത്തിൽ ഗോതി മീഡിയ കളിക്കുകയാണ്. കേരളത്തിലും പല പ്രധാന മാധ്യമങ്ങളും ഇത്രയും വലിയൊരു അവകാശ സമരം കണ്ടില്ലെന്ന് നടിക്കുകയാണ്. ജനാധിപത്യത്തിന്റെ 4ാം തൂണെന്ന് അവകാശപ്പെടുന്ന ഒരു സംവിധാനമാണ് ഈ അതിക്രമങ്ങൾ കണ്ടില്ലെന്ന് വയ്ക്കുന്നത്. BJP സർക്കാർ ഇളക്കി വിട്ടിരിക്കുന്നത് അധികാരത്തിന്റെ ആർത്തി പൂണ്ട മനോനിലയ്ക്കെതിരെ മുന്നോട്ട് വരുന്ന ഒരുപറ്റം കടന്നലുകളെയാണ്. മരിക്കും വരെ പോരാടാൻ തയ്യാറായി നിൽക്കുന്ന രാജ്യത്തിന്റെ യുവതയെയാണ്. അതിനു മുന്നിൽ ഫാസിസ്റ്റ് സർക്കാർ മുട്ടുമടക്കേണ്ടി വരുമെന്ന് തീർച്ച.